ഹലോ മൈ ഡിയർ CBSE 10 ഫാമിലി മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, പ്രിന്റ് കൾച്ചർ ആൻഡ് ദി മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ PYQ ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോവാണ്. ഇത് മാക്സിമം നിങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 3 ചാപ്റ്ററുകളിൽ ഒന്നാണ്. അപ്പൊ ആ ചാപ്റ്ററിൽ ഒന്നായിട്ടുള്ള ഈ പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡിൽ എന്താണ് പറയുന്നത്, എന്താണ് പ്രിന്റിനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പ്രിന്റ് കൾച്ചർ എന്ന് പറഞ്ഞ സാധനം എന്താണ് റീഡിംഗ് മാനിയ, അല്ലെങ്കിൽ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിസം വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് യൂറോപ്പ് പോലുള്ള, ജപ്പാൻ പോലുള്ള, ചൈന പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലൊക്കെ സെറ്റ് ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തവർക്ക് ഉറപ്പായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അബൌട്ട് ദി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് manuscripts എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് manuscript എന്ന് പറയുമ്പോൾ പ്രിന്റ് കൾച്ചറിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ ഹാൻഡ് പ്രിന്റിംഗ് മെക്കാനിസം ആണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് പഠിച്ചു വെച്ചത്. സ്വാഭാവികമായിട്ട് അതിനുശേഷം ആളുകൾ പ്രിന്റിംഗ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരു കൂട്ടം ആളുകൾക്ക്, അതായത് ഈ സ്ക്രൈബുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം വിഭാഗം ആളുകൾ ഉണ്ടായി വരികയും അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെ പറ്റിയിട്ടും കുറെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുള്ള, സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ എഴുതി സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങളെയാണ്, അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ മാന്യൂസ്ക്രിപ്റ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാർ, ഈ മാന്യൂസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് കാലാകാലങ്ങളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇപ്പൊ നമ്മളിപ്പം റെക്കോർഡ്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ നമ്മളൊരു നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലങ്ങളോട് അത് അവിടെ കിടക്കില്ല. പക്ഷെ അങ്ങനെയല്ല, മാന്യൂസ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുറെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്, കുറെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എഴുതേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ മാന്യൂസ്ക്രിപ്റ്റിന്റെ ഒന്നാമത്തെ പോരായ്മയായിട്ട് നിങ്ങൾ എഴുതേണ്ടത് അത് എക്സ്പെൻസീവ് ആണ്. സാർ, അതെങ്ങനെയാണ് എക്സ്പെൻസീവ് ആവാൻ കാരണമായിട്ട് പറയുന്നത്? എക്സ്പെൻസീവ് ആവാൻ ഇത്രേ ഉള്ളൂ, ആ ഒരു manuscript എഴുതാൻ, അല്ലെങ്കിൽ എഴുത്ത്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ആളുകൾ അതിനായിട്ട് തന്നെ ഉണ്ടായിരുന്ന കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരെ നമ്മൾ സ്ക്രൈബുകൾ എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ ഇവരെന്താണ്, ഈ പറഞ്ഞ എലൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ഈ പറഞ്ഞ അരിസ്റ്റോക്രാറ്റുകൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമേ വർക്ക് ചെയ്തിരുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെവിടെ അവൈലബിൾ ആയിരുന്നില്ല, സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ manuscript ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എമൗണ്ട് ആയിരുന്നു ഇവർ ചാർജ് ചെയ്തിരുന്നത്. അപ്പൊ അത് എക്സ്പെൻസീവ് ആണ്. സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഒരു സർട്ടൺ കൈൻഡ് ഓഫ് ആളുകളുടെ ഇടയിൽ മാത്രം നിലനിന്നിരുന്ന ഒരു കാറ്റഗറിയാണ് ഈ manuscript എഴുതുക എന്നുള്ളത്. അപ്പൊ അത് എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് നിങ്ങൾ അറിയേണ്ടത്, ഇത് വളരെ തിന്നായിട്ടുള്ള സാധനമാണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള പോറസ് ആയിട്ടുള്ള സുഷിരങ്ങളോട് കൂടിയിട്ടുള്ള സാധനങ്ങളാണ് manuscript എന്ന് പറയുന്നത്. അപ്പൊ അത് വേഗം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കാലാകാലങ്ങളിൽ ലോങ് ടൈമിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിസർവ് ചെയ്യാൻ പറ്റില്ല. അത് ഷോർട്ട് ടൈമിൽ മാത്രമേ കാണാൻ പറ്റൂ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നന്നായിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോ, അല്ലെങ്കിൽ തകർന്നു പോയി പൊടിഞ്ഞു പോകുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ manuscripts എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അത് അറിഞ്ഞിരിക്കുക. ഇനി ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെൻസീവ് എന്ന് പറയുന്ന കോപ്പിയും കൂടി ആട്ടോ, കോപ്പിയിങ് വാസ് എക്സ്പെൻസീവ് എന്നാണ് പറഞ്ഞു വെക്കുക. ഓക്കെ, ഈ പറഞ്ഞ കോപ്പി ചെയ്യണത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഇത് കൊണ്ട് നടക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എന്താണ്, ഇത് അത്രയും ഉണ്ടാവും. ഒരു ചെറിയ സാധനം തന്നെ നമ്മൾ ഒരുപാട് ഉണ്ടായി കഴിഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, manuscript എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് പോലെയുള്ള സെറ്റപ്പ് അല്ല. ഓക്കെ, ഒരു ചെറിയൊരു ഇലയിലോ അല്ലെങ്കിൽ ഒരു കടലാസിലൊക്കെ എഴുതി വെക്കുന്ന സാധനമാണ്. അപ്പൊ അതിന്റെ എമൗണ്ട് ഓഫ് സാധനം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ ഒരു സ്ഥലത്ത് എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അവിടെ സാധ്യമല്ല. അപ്പൊ manuscriptന് ഇതുപോലുള്ള ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, പഠിക്കണം, നന്നായിട്ട് ഓർത്ത് വെക്കുക. എക്സാമിന് ഒരു 4 മാർക്കിനോ അല്ലെങ്കിൽ ഒരു 3 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയും കാണാം, അടിപൊളിയാക്കാം. ഹാപ്പി ലേണിംഗ്.